ഉമാ തോമസിന്റെ അപകടം, സംഘാടകർക്കെതിരെ കേസെടുത്തു. ഉമാ തോമസ് MLAക്ക് കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നൃത്തപരിപാടി നടത്തിയതിനാണ് സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സ്റ്റേജ് നിർമ്മാണ കരാറുകാർക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്തു. പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. ഇന്നലെ രാത്രി തന്നെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് അപകടമുണ്ടായ സ്ഥലം പരിശോധിച്ചിരുന്നു. 12 അടി ഉയരത്തിലാണ് ഗാലറി ക്രമീകരിച്ചത്. 55 അടി നീളമുള്ള സ്റ്റേജിൽ 8 അടി വീതിയിലാണ് കസേരകൾ ഇടാൻ സ്ഥലം ഒരുക്കിയിരുന്നത്. ദുർബലമായ ക്യൂ ബാരിയേഴ്സ് ഉപയോഗിച്ചായിരുന്നു മുകളിൽ കൈവരി ഒരുക്കിയത്. പിന്നാലെ കേസെടുക്കാൻ ADGP മനോജ് എബ്രഹാം കൊച്ചി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഇന്നലെ വൈകിട്ടാണ് കൊച്ചി കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഉമാ തോമസ് MLAക്ക് ഗുരുതര പരിക്കേറ്റത്. തലയ്ക്കും ശ്വാസകോശത്തിനും അടക്കം പരിക്കേറ്റിരുന്നു. നിലവിൽ റിനെ മെഡിസിറ്റി ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലാണ് ഉമാ തോമസ് MLA. തലയ്ക്ക് ഗുരുതരമായി പരിക്കുണ്ടെങ്കിലും അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് MLA അതീവ ഗുരുതരാവസ്ഥയിലല്ലെന്നും ICUവിലേക്ക് മാറ്റിയെന്നും ഡോക്ടർമാർ പറഞ്ഞു. വീഴ്ചയുടെ ആഘാതത്തിൽ തലയ്ക്കും ശ്വാസകോശത്തിനും പരിക്കേറ്റ MLA വിദഗ്ധ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. 3 വാരിയല്ലുകൾക്ക് പൊട്ടലുണ്ട്. ഇതേ തുടർന്നാണ് ശ്വാസകോശത്തിൽ രക്തം കട്ടപിടിച്ചത്. നട്ടലിനും പരിക്കുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘം ഉൾപ്പെടെയുള്ള വിദഗ്ധ ഡോക്ടർമാരാണ് ഉമാ തോമസിനെ ചികിത്സിക്കുന്നത്.